നമുക്ക് വളരെ വേഗത്തിൽ നിന്നൊരു പാവയ്ക്ക പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കൃഷി ചെയ്ത പാവയ്ക്കയാണ്, മരുന്നൊന്നും അടിക്കാത്തത്. പാവയ്ക്ക കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ സബോള, കയ്പൊന്നും അറിയാതിരിക്കാൻ ഒരു കുഞ്ഞ് ക്യാരറ്റ് നമുക്ക് അധികം വാട്ടണ്ട. എന്നിട്ട് നമുക്ക് വേഗം എണ്ണ ഒഴിച്ച് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻ തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നത്, ചിലർ തേങ്ങയൊക്കെ ചേർക്കും. കടുകിട്ടു. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് 5-6 ഉലുവ ഇടാം. കടുക് ഉലുവായും പൊട്ടി നമുക്കിനി പച്ചമുളക്, ഇഞ്ചി ഇടാം. അരിഞ്ഞു വെച്ച സബോള ഇടാം, ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്ക് കരിയാപ്പില ഇടാം. ഇച്ചിരി ഒന്ന് വാടി കഴിയുമ്പോഴേക്കും പാവയ്ക്ക ഇടാം. പാവയ്ക്ക ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. മരുന്നൊന്നും അടിക്കാതെ സ്വന്തം ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് പാവയ്ക്ക നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാരറ്റ് ഇട്ടാൽ മതി. ക്യാരറ്റ് വാടിയില്ലെങ്കിലും കുഴപ്പമില്ല, പച്ചക്കാണെങ്കിലും ക്യാരറ്റ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് വാടത്തോണം. പാവയ്ക്കയ്ക്ക് നമ്മൾ ആവശ്യപ്പെട്ട ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ക്യാരറ്റ് എങ്ങിടുവാണ്. ക്യാരറ്റ് ഇട്ട് ഉടനെ തന്നെ നമുക്ക് എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന തേങ്ങയൊന്നും അരച്ചിട്ടില്ല. വാടേണ്ട ആവശ്യമില്ല, പച്ചക്കിട്ടാലും കുഴപ്പമില്ല. ആ ചൂട് കൊണ്ടൊന്നും ആയിക്കോളും. ഓഫ് ചെയ്യുവാണ്. നമുക്കിത് തൈരിലോട്ട് കോരിയിടാം. തൈരിൽ നമ്മൾ ആവശ്യപ്പെട്ട ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കോരിയിടാം. നല്ലൊരു പച്ചടിയാണ്. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറുണ്ണാൻ. വളരെ നല്ലൊരു പച്ചടിയാണ്, വളരെ സ്വാദിഷ്ടമായ ഒരു പച്ചടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം.